വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായം 32 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 23:32 മുതൽ 49 വരെ. ദുഷ്പ്രവൃത്തിക്കാരായ വേറെ 2 പേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ. ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ചു. അടുത്തു വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണിവരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട്, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കാണുവാൻ കൂടി വന്ന പുരുഷാരമൊക്കെയും സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവൻ്റെ പരിചയക്കാരെല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ആണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് അനേക ആളുകൾ അനേക തരത്തിൽ വികാരനിർഭരമായി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ആരെങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അതിലും വളരെ സെൻസേഷണലായിട്ടുള്ള കാര്യങ്ങൾ ചേർത്താണ് എഴുതുക. എന്നാൽ പുതിയ നിയമ എഴുത്തുകാർ ഈ കാര്യത്തിലൊന്നും വലിയ വികാരപ്രകടനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അവർ ആ വസ്തുത അതുപോലെ എഴുതി. ഉദാഹരണത്തിന് 33 വാക്യം, തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. അത്രമാത്രം. സുവിശേഷം എഴുതിയ ആളുകൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയല്ല ഇത് എഴുതിയത്, മറിച്ച് സത്യം ആളുകൾ വായനക്കാർ മനസ്സിലാക്കണം, അതിനുവേണ്ടി ആണ് എഴുതിയത്. എങ്കിലും ഇവരുടെ എഴുത്തുകളിൽ നിന്നും നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ക്രൂശീകരണം കണ്ട ആളുകൾ, ദൃക്സാക്ഷികൾ, അതിൽ പങ്കെടുത്തവർ, അവരുടെയൊക്കെ മനോഭാവം എന്താണ്? നമുക്കറിയാം, ഇത് കാണുവാൻ വലിയൊരു പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. പടയാളികളാണ് ഈ ക്രൂശീകരണം നടത്തിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് യഹൂദ മത നേതാക്കന്മാരാണ്. കൂടാതെ പീലാത്തോസ് എന്ന ഗവർണറും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ക്രൂശീകരണം നടത്തിയത് റോമൻ പടയാളികളാണ്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാർ, അവരും യേശുവിനെ പരിഹസിച്ചു. ഇന്ന് യേശുവിനെ ക്രൂശിച്ചത് ഒരു വലിയ തെറ്റായിപ്പോയി, കഷ്ടമായിപ്പോയി എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്തീയ സഭകളിൽ ദുഃഖവെള്ളിയാഴ്ചയുടെയും ഓശാന ഞായറാഴ്ചയുടെയും ഒക്കെ സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ആളുകൾ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്യും. എന്നാൽ യേശുവിനെ ക്രൂശിച്ച ആ സമയത്തേക്കൊന്ന് നോക്കിയാൽ ആ ജനക്കൂട്ടത്തിൽ ആരും തന്നെ യേശുവിനോട് സഹതാപം കാണിച്ചില്ല. സ്ത്രീകൾ യേശുവിനെ എൻ്റെ പുറകെ പോയി അവർ കരഞ്ഞു എന്ന് വായിക്കുന്നു. അത് ഏതൊരു കുറ്റവാളിയെക്കുറിച്ചും ചെയ്യുന്നത് പോലെ തന്നെ അവർ യേശുവിനെക്കുറിച്ചും ചെയ്തു എന്നേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയൂ. എന്നാൽ യേശുവിനെ ക്രൂശിച്ചത് തെറ്റായിപ്പോയി
ഇത്രയും ക്രൂരതയുടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആരും അവിടെ ഇല്ലായിരുന്നു. ഭൂരിപക്ഷം ആളുകളും, മഹാഭൂരിപക്ഷം ആളുകളും യേശുവിനെ ക്രൂശിക്കുന്നതിന് അനുകൂലമായിരുന്നു. എന്നാൽ ഇങ്ങനെ യേശുവിനെ ക്രൂശീകരിച്ച സമയത്തും യേശു തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മോട് വായിക്കുന്നു. യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നാം ഇതിനു മുമ്പ് കണ്ടു, യേശുവിനെ വിസ്തരിച്ച ആളുകൾ എങ്ങനെയെങ്കിലും യേശുവിനെ കുറ്റക്കാരനായി ചിത്രീകരിച്ച് എങ്ങനെയെങ്കിലും അവന് മരണശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് നിർബന്ധം പിടിച്ചിരുന്നപ്പോൾ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇവരോട് ക്ഷമിക്കണം. അതിന് താൻ പറഞ്ഞ കാരണം, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. യേശു പറഞ്ഞത് സത്യമാണ്. കാരണം ഇവരൊക്കെ യേശു മെസിഹയാണ് എന്ന് തൻ്റെ അവകാശവാദം അവർ കേട്ടതാണ്. എന്നാൽ അവരത് വിശ്വസിച്ചില്ല. യേശു ദൈവപുത്രനാണ് എന്നവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ യേശുവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇവർ അറിഞ്ഞില്ല, കേട്ടു, പക്ഷേ അത് അവർ വിശ്വസിച്ചില്ല. അവർക്കത് വ്യക്തമായി മനസ്സിലായില്ല, അല്ലെങ്കിൽ അവർക്കത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത്. എന്നാൽ ആ സമയത്ത് യേശു പറയുന്നു, ഇവർക്കറിയാതെ ചെയ്യുന്നതായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇവിടെ മനുഷ്യൻ്റെ ദുഷ്ടതയും ദൈവത്തിന് മനുഷ്യനോടുള്ള കൃപയും സ്നേഹവുമാണ് നമ്മുടെ കാണുന്നത്. സാധാരണ ആളുകൾ പറയും മനുഷ്യനിൽ വളരെ നന്മയുണ്ട്, ചില അവസരങ്ങളിൽ അവൻ ചീത്തയാകുന്നതാണ് എന്നാണ്. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരുപോലെ കുറ്റക്കാരായിരുന്നു. അവർക്ക് ഒരബദ്ധം പറ്റിയതാണ് എന്ന് വിചാരിക്കുക, യേശു മിശിഹയാണെന്ന് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ എന്ത് കാരണം ചൊല്ലിയും ക്രൂശിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ജനക്കൂട്ടത്തെയാണ് നാം അവിടെ കാണുന്നത്. അതേസമയം ഈ ജനക്കൂട്ടത്തിൻ്റെ തെറ്റ് ക്ഷമിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യേശുവിൻ്റെ ക്രൂശീകരണം. അതുപോലെ തന്നെ യേശു നിഷ്കളങ്കനായ ദൈവപുത്രനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ കൂടിയാണ് കാൽവറി ക്രൂശിലെ തൻ്റെ മരണം. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ 4 സുവിശേഷങ്ങളിലും എഴുതിയിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് പറഞ്ഞാൽ ആ ക്രമത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദ്യമായി യേശുവിനെയും മറ്റ് 2 കുറ്റവാളികളെയും അവർ ഗോൽഗഥ മലയിൽ കൊണ്ടുവരുന്നു. കുറ്റവാളികളെ അവർ കുരിശിൽ തറയ്ക്കുന്നു, ആ കുരിശ് എടുത്ത് നാട്ടുന്നു. ഈ സമയത്തോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് തൊട്ടോ പടയാളികൾ വേദന തോന്നാതിരിക്കാൻ വേണ്ടി ഈ കുറ്റവാളികൾക്ക് വില കുറഞ്ഞ വീഞ്ഞ് കുടിക്കാൻ കൊടുക്കും, പുളിച്ച വീഞ്ഞ് കുടിക്കാൻ കൊടുക്കും. അത് വേദന സംഹാരിയായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പടയാളികൾ യേശുവിൻ്റെ അങ്കിക്കായി ചീട്ടിടുകയാണ്. യേശു മരിച്ചിട്ടില്ല. കുറ്റവാളി മരിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഉടുപ്പ് കീറാതെ ആർക്ക് കിട്ടും എന്നതിനു വേണ്ടി അവർ മത്സരിക്കുന്നു. അടുത്തതായി ആ വഴി പോകുന്നവരും അവിടെ നിൽക്കുന്നവരും ഇത് കാണാൻ വന്നവരും എല്ലാം യേശുവിനെ നിന്ദിക്കുന്നു. അവർ പറയുന്നു, നീ ക്രിസ്തു അല്ലേ, നീ മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനല്ലേ, നിന്നെ തന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് അവർ പരിഹസിക്കുന്നു. ഈ സമയത്താണ് യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരും അവർ 2 പേരും യേശുവിനെ നിന്ദിക്കുകയാണ്. നീ ക്രിസ്തു എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് അവർ യേശുവിനോട് പറയുന്നു, അവനെ പരിഹസിക്കുന്നു. അല്പം കഴിഞ്ഞ് അതിലൊരു കള്ളൻ, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ, അവൻ യേശുവിൽ വിശ്വസിക്കുന്നു. അവൻ മാനസാന്തരപ്പെടുന്നു. അവൻ തന്നോടൊപ്പമുള്ള മറ്റേ കുറ്റവാളിയോട് പറയുന്നു, നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? എന്ന് വെച്ചാൽ യേശു ദൈവപുത്രനാണ് എന്ന് തന്നെ അവൻ വിശ്വസിച്ചു. യേശു നിഷ്കളങ്കനാണെന്ന് മാത്രമല്ല, ദൈവമാണെന്നും താൻ അവിടെ ഏറ്റു പറയുകയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം ഏതാണ്ട് 3 മണി വരെ, ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ദേശത്തെല്ലാം ഇരുട്ട് ഉണ്ടായി. പിന്നെ യേശു, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറിക്കരയുന്നു. അത് മത്തായിയും മർക്കോസുമാണ് പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാം നിവൃത്തിയായി എന്നും യേശു പറഞ്ഞു. എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നും യേശു പറഞ്ഞു. തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതേ തുടർന്ന് യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല മേൽ തൊട്ട അടിയോളം 2ആയി കീറിപ്പോയി. ഭൂകമ്പമുണ്ടായി. മരിച്ച പലരും ഉയർത്തെഴുന്നേറ്റു. നഗരത്തിൽ പലർക്കും പ്രത്യക്ഷനായി എന്ന് മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നു. യേശു മരിച്ചു. എന്നാൽ തന്നോടൊപ്പം ക്രൂശിച്ചിരുന്ന 2 കള്ളന്മാർ, അവർ മരിച്ചില്ല. കാരണം അവരെ ക്രൂശിക്കുന്നതിന് മുമ്പ് അടിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്തിരുന്നില്ല.
യേശുവിന് തലേ രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, വളരെയധികം ശാരീരിക പീഡയും ഏൽക്കേണ്ടി വന്നു. അങ്ങനെ യേശു മരിച്ചു. എന്നാൽ കള്ളന്മാർ അവർ മരിച്ചില്ലായിരുന്നു. അതുകൊണ്ട് പടയാളികൾ അവരുടെ കാലൊടിക്കുകയാണ്. കാരണം അത് യഹൂദന്മാരുടെ പെസഹയുടെ ദിവസമായതുകൊണ്ട് രാത്രി വരെ ശവം കുരിശിലിരിക്കാൻ പാടില്ല. അവർക്ക് ആ കുറ്റവാളികൾ നേരത്തെ മരിക്കുകയും അവരുടെ ശവശരീരം കുരിശിൽ നിറയ്ക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവരുടെ കാലുകൾ ഒടിച്ചു. കാലുകൾ ഒടിച്ചു കഴിഞ്ഞാൽ കാലിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നാണ് അവർ ശ്വാസം വലിക്കുന്നത്. അങ്ങനെ അവർക്ക് ശ്വാസം വലിക്കാൻ പറ്റാതെയാവും, അവർ മരിക്കും. അതുകൊണ്ട് അവരുടെ കാലൊടിച്ചു. അതിനുശേഷം ഒരു പടയാളി യേശു മരിച്ചു എന്നറിഞ്ഞു എങ്കിലും ഒരു കുന്തം കൊണ്ട് തൻ്റെ വിലാപ്പുറത്ത് ഒരു കുത്തുന്നു. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ട യോഹന്നാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് നാം യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നു. ഇതിനുശേഷം കുരിശ് മരണത്തിന് നേതൃത്വം വഹിച്ചിരുന്ന ശതാധിപൻ യേശുവിൻ്റെ മരണം കണ്ടതിന് ശേഷം പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു. ഇതെല്ലാം കണ്ട പുരുഷാരം മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ഗലീലയിൽ നിന്ന് വന്ന ആളുകൾ, ചില സ്ത്രീകൾ, അവർ ഇതൊക്കെ കണ്ടുകൊണ്ട് ദൂരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് യേശുവിൻ്റെ ക്രൂശ് മരണ സമയത്ത് സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ക്രമം. ഇതിനുശേഷം യേശുവിൻ്റെ ശരീരം അവർ കുരിശിൽ നിന്ന് അടക്കി എന്ന് നാം വായിക്കുന്നു. ഇവിടെ 3 തരത്തിലുള്ള ആളുകളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഒന്ന് പടയാളികൾ. അവരാണ് ക്രൂശീകരണത്തിന് നേതൃത്വം വഹിച്ചത്. അവരാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അവർ യേശുവിൻ്റെ വസ്ത്രത്തിനു വേണ്ടി ചീട്ടിട്ടു. അത് കഴിഞ്ഞ് യേശുവിനെ അവർ പരിഹസിച്ചു. എങ്കിലും അവസാനം ആ പടയാളികളുടെ നേതാവ്, ഒരു ശതാധിപൻ, താൻ പറഞ്ഞു, ഈ മനുഷ്യൻ അവൻ നീതിമാനായിരുന്നു. പിന്നെ ഈ ക്രൂശി മരണം കാണുവാൻ വന്ന ആളുകൾ, അവർ പരിഹസിച്ചു, തലകുലുക്കി, അവനെ നിന്ദിച്ചു. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, ക്രൂശിൽ നിന്ന് ഇറങ്ങി പോയ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പരിഹസിച്ചു. എങ്കിലും തൻ്റെ മരണത്തിന് ശേഷം സംഭവിച്ചതൊക്കെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു ദുഃഖം തോന്നി. അവർ ചെയ്തതിൽ എന്തോ പന്തികേടുണ്ടെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ടാണ് ആ പുരുഷാരം മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയത്. 3ാമത്, യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട 2 ദുഷ്പ്രവർത്തിക്കാർ. അവരും തുടക്കത്തിൽ യേശുവിനെ നിന്ദിച്ചു. നീ മിശിഹ എന്നല്ലേ പറയുന്നത്, നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക എന്ന് 2 പേരും യേശുവിനെ പരിഹസിച്ചു. എങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ അതിൽ ഒരുത്തൻ, അവൻ ആദ്യം പറഞ്ഞ മറ്റവനോടാണ്, നാം സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം അർഹിക്കുന്നത് ശിക്ഷ നമുക്ക് കിട്ടുന്നു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് യേശുവിനോട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുന്നു. അവൻ മാനസാന്തരപ്പെടുന്നു, നിത്യജീവന അവകാശിയായിത്തീരുന്നു. ആദ്യം പരിഹസിച്ച ആ കുറ്റവാളിയും മാനസാന്തരപ്പെട്ടു. അവൻ്റെ മാനസാന്തരം, അവൻ്റെ വിശ്വാസം അത് പൂർണ്ണമായിരുന്നു. മറ്റു പലരും മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ശതാധിപനൊരു നല്ല അഭിപ്രായം പറഞ്ഞു. ചില പടയാളികൾക്ക് അല്പം കുറ്റബോധം തോന്നി. ആളുകൾക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. എന്നാൽ അന്ന് മരിച്ച ആ കുറ്റവാളി, അവനോട് യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അവൻ്റെ മാനസാന്തരവും വിശ്വാസവും പൂർണ്ണമായിരുന്നു. അവൻ ആദ്യം പരിഹസിച്ചു, പക്ഷേ അവൻ വിശ്വസിച്ചു. അവൻ വിശ്വസിച്ചത് ഒരത്ഭുതവും കാണുന്നതിന് മുമ്പാണ്. അവൻ ഭൂകമ്പം കണ്ടില്ല. ഇരുട്ടാകുന്നതിന് മുമ്പ് തന്നെ അവൻ യേശുവിൽ വിശ്വസിച്ചു. ഒരത്ഭുതവും ഒരു അമാനുഷിക പ്രവർത്തനവും അവൻ്റെ വിശ്വാസത്തെ സ്വാധീനിച്ചില്ല. മറ്റുള്ളവർ യേശുവിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ യേശുവിൽ വിശ്വസിച്ചത്. അവനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ കുറ്റവാളി, ക്രൂശിന് ചുറ്റും നിന്ന പടയാളികളും മറ്റ് ജനങ്ങളും യേശുവിനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ അവൻ യേശുവിൽ വിശ്വസിച്ചു. അവൻ പൊതുജന അഭിപ്രായത്തിനെതിരായി യേശുവിൽ വിശ്വസിച്ചു. മറ്റേ ദുഷ്പ്രവർത്തിക്കാരനോടുള്ള അവൻ്റെ സംസാരം അവൻ്റെ വിശ്വാസത്തെ പ്രകടമാക്കുകയാണ്. സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ ഒരു നിഷ്കളങ്കനായി, തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് ദൈവമായിട്ടാണ് അവൻ വിശ്വസിച്ചത്. ആ വിശ്വാസം അവനെ രക്ഷിച്ചു. ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് അവൻ ചോദിക്കുക വഴി യേശു ദൈവമാണെന്ന് അവൻ അംഗീകരിക്കുകയായിരുന്നു. യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിലേതല്ല എന്നും ആ ദുഷ്പ്രവർത്തിക്കാരന് മനസ്സിലായി. യേശു തന്നെ വിസ്തരിച്ച പീലാത്തോസിനോട് പറഞ്ഞു, ഞാൻ രാജാവാണ്, പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. എന്ന് വെച്ചാൽ എൻ്റെ രാജ്യം ഈ ഭൂമിയിലേതല്ല, എൻ്റെ രാജ്യം ഈ ഭൂമിക്കും അപ്പുറത്തുള്ളതാണ്. അതാണ് ഈ ദുഷ്പ്രവർത്തിക്കാരൻ വിശ്വസിച്ചത്. അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ള ഒരു രാജ്യമല്ല, വരാൻ പോകുന്ന ഒരു രാജ്യത്തിലെ രാജാവാണ് യേശു
എന്ന് അവൻ വിശ്വസിച്ചു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ ദുഷ്പ്രവർത്തിക്കാരൻ പറഞ്ഞത്, നീ ക്രിസ്തുവെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങളെ രക്ഷിക്കുക. എന്നാൽ ഇവൻ പറഞ്ഞത്, എന്നെ രക്ഷിക്കാൻ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാതെ തന്നെ നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും. അതായിരുന്നു ആ ദുഷ്പ്രവർത്തിക്കാരൻ്റെ വിശ്വാസം. അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കുക. ഈ ദുഷ്പ്രവർത്തിക്കാരൻ താനൊരു പാപിയാണെന്നുള്ള കാര്യം സമ്മതിച്ചു. സമശിക്ഷാവിധിയിലായി നമുക്ക് അർഹിക്കുന്ന ശിക്ഷയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. ഞാൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടുന്ന ഈ ക്രൂശ് മരണം, അത് ഞാൻ അർഹിക്കുന്നതാണ്. ഇതിന് തക്ക തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ അംഗീകരിച്ചു. ഒരു പാപിയാണെന്ന് അംഗീകരിക്കുവാൻ ആ മനുഷ്യന് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അവൻ പരസ്യമായി പറഞ്ഞു, ഞാൻ നിരപരാധിയല്ല, ഞാൻ ഈ ക്രൂശ് മരണം അർഹിക്കുന്ന ഒരു കുറ്റവാളി തന്നെ. അവൻ തൻ്റെ പാപം അംഗീകരിച്ചു. മാത്രമല്ല, അവൻ യേശുവിനോട് എന്നെ രക്ഷിച്ചാൽ ഞാൻ ഇത് ചെയ്യാം അത് ചെയ്യാം എന്നൊന്നും പറഞ്ഞില്ല. അതിനുള്ള സാഹചര്യം പോലും അവനില്ലായിരുന്നു. അവൻ്റെ കൈകൾ രണ്ടും ആണിയാൽ തറയ്ക്കപ്പെട്ടിരുന്നു, കാലുകൾ ആണിയാൽ തറയ്ക്കപ്പെട്ടിരുന്നു. അവൻ്റെ കൈകളോ കാലുകളോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. ആ നിലയിൽ കിടന്നുകൊണ്ട് എനിക്കൊന്നും പകരം ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ എന്നെ ഓർക്കണമേ എന്നവൻ പറഞ്ഞു. തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് അവൻ യേശുവിനോട് പ്രാർത്ഥിച്ചു, രക്ഷയ്ക്കായി അപേക്ഷിച്ചു. യേശു അവനെ രക്ഷിച്ചു. അവൻ പുനരുത്ഥാനത്തിൽ, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, ഈ കുരിശിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നല്ല, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം എന്ന് അവൻ പറഞ്ഞു. അവൻ ഒരിക്കലും യേശു ഒരു കുറ്റവാളി എന്ന് കരുതിയില്ല. ആദ്യം അവൻ പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ എന്ന് വെച്ചാൽ നീ ക്രിസ്തുവാണെന്നും പറഞ്ഞ് നടന്നയാളല്ലേ, എന്തുകൊണ്ടാണ് നിനക്ക് ഇത് വന്നത് എന്നാണ് അവൻ പറഞ്ഞത്. അല്ലാതെ യേശു ഒരു തെറ്റ് ചെയ്തു നിനക്കിത് വരണം എന്നൊരിക്കലും അവൻ പറഞ്ഞില്ല. യേശു പാപരഹിതനായ ദൈവപുത്രനാണെന്ന് അവന് അറിയാമായിരുന്നു. എങ്കിലും ഒരുപക്ഷെ വേദനയുടെ മധ്യത്തിൽ അവൻ അലറിക്കരഞ്ഞു, എന്നെ കൂടെ രക്ഷിക്കുക. എന്നാൽ പിന്നീട് അവന് കാര്യം മനസ്സിലായി. ചില ആളുകൾ ക്രൂശിലെ കള്ളൻ്റെ മാനസാന്തരത്തെക്കുറിച്ചും അവന് കർത്താവ് പറുദീസ വാഗ്ദാനം ചെയ്തതിനെക്കുറിച്ചുമൊക്കെ വായിച്ചിട്ട് പറയും, എന്തെളുപ്പം യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക, ക്രൂശിലെ കള്ളനെ പോലെ നേരെ സ്വർഗത്തിലേക്ക് പോവുക. അവർ പറയുന്നത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക, അംഗീകരിക്കുക, അതുമാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട എന്നാണ്. എന്നാൽ മിക്ക ആളുകളും ഇത് പറയുന്നത് യേശു നൽകിയിരിക്കുന്ന ചില കൽപ്പനകൾ അനുസരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന്, വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണമെന്ന് യേശു പറഞ്ഞതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. ലേഖനങ്ങളിൽ അങ്ങനൊരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ അപ്പോഴേ പറയുന്നത്, ക്രൂശിലെ കള്ളൻ അവൻ സ്നാനപ്പെട്ടില്ലല്ലോ. ശരിയാണ്, അവൻ സ്നാനപ്പെട്ടില്ല. കാരണം അവൻ സ്നാനപ്പെടാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എന്താണ് സ്നാനം? സ്നാനത്തെക്കുറിച്ചുള്ള വിശദീകരണം റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് സ്നാനം. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ കള്ളൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അവൻ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും അവൻ്റെ കയ്യോ കാലോ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. കാരണം അവൻ മരിക്കുകയായിരുന്നു. സ്നാനപ്പെടുമ്പോൾ ആളുകൾ ലോകത്തോട് പറയുന്നത് ഇത് തന്നെയാണ്, ഞാൻ ക്രിസ്തുവിൽ മരിച്ചു. ഇനി എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, ക്രിസ്തുവിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു. ഇനി ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നു. അത് ലോകത്തോട് പറയുവാൻ വേണ്ടിയാണ്, സ്വയം ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് സ്നാനം. അതിന് തയ്യാറുള്ളവരാണ് സ്നാനപ്പെടേണ്ടത്. അല്ലാതെ ഒരു 2 വാക്ക് പ്രാർത്ഥന പറഞ്ഞു, അതിൻ്റെ പേരിൽ കർത്താവ് എനിക്ക് സ്വർഗം തരും, എനിക്ക് സ്വർഗത്തിൽ പോയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ദൈവത്തെയും മനുഷ്യരെയും പറ്റിക്കാൻ നോക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ന്യായം പറയുന്നത്. അവർ എപ്പോഴും ക്രൂശിലെ കള്ളൻ്റെ ന്യായം പറയും. എന്നാൽ ക്രൂശിലെ കള്ളൻ, അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അവൻ എന്തു ചെയ്യുമായിരുന്നു? അവൻ തീർച്ചയായും യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമായിരുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം ഈ ക്രൂശ് മരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2 ദുഷ്പ്രവൃത്തിക്കാരുണ്ടായിരുന്നു. 2 പേരുടെയും സാഹചര്യങ്ങൾ ഒരുപോലെയുള്ളതായിരുന്നു.
രണ്ടുപേരും അന്ന് രാവിലെ ജയിലിൽ നിന്ന് ഇറങ്ങിയത് മരിക്കാൻ വേണ്ടി തന്നെയാണ്. അവർ ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയാണ് അവർ ജയിലിൽ നിന്നിറങ്ങി ക്രൂശ് എടുത്തുകൊണ്ട് ഈ മലയിലേക്ക് വന്നത്. എന്നാൽ അവർ രണ്ടുപേരും യേശുവിൽ നിന്നും ഒരേ ദൂരത്തിലായിരുന്നു കിടന്നത്. രണ്ടുപേർക്കും യേശുവിനോട് സംസാരിക്കാമായിരുന്നു. രണ്ടുപേരും പറഞ്ഞത് യേശു കേട്ടു. യേശു പറയുന്നത് രണ്ടുപേർക്കും കേൾക്കാമായിരുന്നു. പക്ഷേ അതിൽ ഒരുവൻ, അവൻ്റെ മനസ്സിനൊരു മാറ്റമുണ്ടായി. ഇതെങ്ങനെ സംഭവിച്ചു? യേശു ഈ മാനസാന്തരപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. യേശു പറഞ്ഞത് എല്ലാവരും കേട്ടതുപോലെ അവർ രണ്ടുപേരും കേട്ടു. എന്നാൽ അതിൽ ഒരുത്തൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? നമുക്കറിഞ്ഞുകൂടാ. ഒരു നടപടിയും ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുവാൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ സഹായിക്കില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ ലിഡിയ എന്ന ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് നാം വായിക്കുന്നത്, ലൂക്കോസ് തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കർത്താവ് ഇവിടെ ഈ ദുഷ്പ്രവർത്തിക്കാരൻ്റെ ഹൃദയം തുറന്നു. യേശു ആരാണെന്ന് മനസ്സിലാക്കാനും അവനിൽ വിശ്വസിക്കുവാനും അവനോട് പ്രാർത്ഥിക്കുവാനും അവന് സാധിച്ചു. അവനങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ യേശു അവനെ രക്ഷിച്ചു. ഇത് ഒരു നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. അതൊക്കെ ഒരുപോലെയായിരുന്നു, സാഹചര്യങ്ങൾ ഒരുപോലെയായിരുന്നു. എന്നാൽ ഒരുവനിൽ അത് വിശ്വാസമായി പരിണമിച്ചു. മറ്റൊരു കാര്യം, അന്ന് അവിടെ കൂടി നിന്നിരുന്നവരിൽ ഏറ്റവും മോശക്കാരായ 2 പേരായിരുന്നു ഈ ദുഷ്പ്രവർത്തിക്കാർ. ഈ 2 പേരും മരണയോഗ്യരായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു. അവർ ചെയ്ത കൊടും കുറ്റങ്ങളുടെ ഫലമായിട്ടാണ് അവരെ ക്രൂശിച്ചു കൊന്നത്. എന്നാൽ ആ സമൂഹത്തിലെ ഏറ്റവും മോശക്കാരനായ ഈ ദുഷ്പ്രവർത്തിക്കാരന് പോലും യേശുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവനും പറുദീസയും അവകാശമാക്കുവാൻ സാധിച്ചു. ഇന്ന് ലോകത്തിൽ വളരെ മോശപ്പെട്ട ആളുകൾ എന്ന നിലയിൽ മുദ്ര കുത്തപ്പെട്ട ചില ആളുകളുണ്ട്. അവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, അവർ നശിച്ചു പോകണം, അവർ സമൂഹത്തിന് കൊള്ളരുതാത്തവരാണ് എന്ന് എഴുതിത്തള്ളിയ ചില ആളുകളുണ്ട്. എന്നാൽ ആരെയും അങ്ങനെ ദൈവം എഴുതി തള്ളിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും മാനസാന്തരപ്പെടാം, യേശുവിൽ വിശ്വസിച്ച് ദൈവമകനായി തീരാം, പറുദീസയുടെ അവകാശിയായി തീരാം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിന് ദൈവത്തിന് മുമ്പിൽ ഒരു മുഖപക്ഷവും ഇല്ല. 2 പേർക്കും ഒരേ അവസരം ലഭിച്ചു. എന്നാൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചവൻ രക്ഷിക്കപ്പെട്ടു. ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് അവിടെ കൂടി നിന്ന ആളുകളും ഈ കുറ്റവാളികളും പടയാളികളും എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. നീ ക്രിസ്തുവെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അതാണ് അവർ യേശുവിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഇപ്പോൾ നടക്കുന്ന ഈ കഷ്ടത, ഈ വേദന, ഇതൊക്കെ ഇല്ലാതാക്കുക, എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുക, അത് കണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. നീ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. അത് കാണുന്ന ആളുകൾ അവർ നിന്നിൽ വിശ്വസിക്കും. ഇതാണ് ലോകത്തിൻ്റെ മാർഗം. അവർ പറയുന്ന എന്തെങ്കിലും ഒരു അത്ഭുതം, അതിശയിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാം. എന്നാൽ ഇതൊന്നും കാണാതിരുന്ന ഒരു കുറ്റവാളി അവൻ യേശുവിൽ വിശ്വസിച്ചു. അവൻ നിത്യജീവന് അവകാശിയായി തീർന്നു. ഇത് തന്നെയാണ് ഇന്നും ദൈവം ചെയ്യുന്നത്. ദൈവം മനുഷ്യരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കിക്കൊണ്ടല്ല അവരെ രക്ഷിക്കുന്നത്. മറിച്ച് ആളുകൾ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആളുകൾ ബുദ്ധിമുട്ടിലൂടെയും പ്രയാസത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ ഇടയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. ആ പ്രതികൂല സാഹചര്യങ്ങളുടെ ഇടയിൽ ആളുകൾ ദൈവത്തെ കാണുന്നു. പഴയ നിയമത്തിൽ രൂത്ത് എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ആ സ്ത്രീ ദൈവജനവുമായി ഒരു ബന്ധവുമില്ലാത്തവളായിരുന്നു. മോവാബ്യ സ്ത്രീയായിരുന്നു, അന്യജാതിക്കാരിയായിരുന്നു. അവളെ വിവാഹം കഴിച്ചത് അനുസരണം കെട്ട ഒരു ഇസ്രായേൽക്കാരനായിരുന്നു. കാരണം അവർ ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മോവാബ്യരെ വിവാഹം കഴിക്കരുതെന്ന്. മോവാബ്യരുടെ നാട്ടിൽ പോയി അവിടെ നിന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവളുടെ ഭർത്താവിൻ്റെ അമ്മ, അവളൊരു വിധവയായിരുന്നു. അവളുടെ 2 മക്കളും മരിച്ചുപോയി. രൂത്ത് അവളുടെ അമ്മയുടെ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുഃഖങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ദുരന്തങ്ങൾ
മാത്രം കണ്ട രൂത്ത് അമ്മാവമ്മയുടെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെ മുഴുവൻ കണ്ടിട്ടും അതിനിടയിൽ അവൾ ഒരു കാര്യം പറഞ്ഞു: നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. ഈ സകല കയ്പിൻ്റെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും മധ്യത്തിൽ രൂത്ത് യഥാർത്ഥ ദൈവത്തെ കണ്ടു. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. സുഖത്തിൽ, സമ്പത്തിൽ, ആരോഗ്യത്തിൽ, സമൃദ്ധിയിൽ മാത്രം വെളിപ്പെടുന്നവനല്ല ദൈവം. ദുഃഖത്തിൽ, രോഗത്തിൽ, പ്രയാസത്തിൽ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. തൻ്റെ മരണസമയത്ത് ക്രൂശിൽ നിന്നിറങ്ങി വന്നില്ല, ക്രൂശിൽ തന്നെ കിടന്നുകൊണ്ട് അതിക്രൂരനായ ഒരു കുറ്റവാളിയെ പറുദീസയ്ക്ക് യോഗ്യനാക്കിയവനാണ് യേശു. ആ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ആരുടെയും പാപം ക്ഷമിക്കും. അവൻ ആരെയും പറുദീസയ്ക്ക് യോഗ്യനാക്കി തീർക്കും. അതിനവൻ ക്രൂശിൽ നിന്നിറങ്ങി വരണ്ട, മറിച്ച് അവൻ ക്രൂശിൽ മരിച്ചത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നമ്മുടെ പാപത്തിൻ്റെ പ്രശ്നം എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് താൻ ക്രൂശിൽ നിന്നും ഇറങ്ങി വരാതിരുന്നത്. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് അവനെ വിശ്വാസത്താൽ കൈക്കൊള്ളുന്ന ഏവനും പറുദീസയുടെ അവകാശിയായിത്തീരും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 98802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.